ഉത്തർപ്രദേശിലെ ഒരു പോളിംഗ് ബൂത്തിൽ ഒരു യുവാവ് ഈ ബാലറ്റ് മെഷീനിൽ 8 തവണ വോട്ട് ചെയ്യുന്നു. BJP സ്ഥാനാർത്ഥിക്കാണ് വോട്ട് ചെയ്യുന്നത്. അതായത് ആ മെഷീനിലെ മൂന്നാമത്തെ ചിഹ്നം താമരയാണ്. അപ്പോൾ 8 തവണ ഒരാൾക്ക് വോട്ട് ചെയ്യാൻ പറ്റുമോ? BJPക്ക് വേണ്ടി അങ്ങനെ കള്ളവോട്ട് ചെയ്യുമോ? ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് അഖിലേഷ് യാദവാണ്. നടപടി വേണം, അല്ലെങ്കിൽ റീപോളിംഗ് വേണമെന്നൊക്കെയാണ് ആവശ്യപ്പെട്ടത്. എന്തെങ്കിലും വാസ്തവം ഉണ്ടാവുമോ? വാസ്തവമാണെങ്കിൽ റീപോളിംഗ് വേണം, സംശയമില്ല കാര്യത്തിൽ. പക്ഷേ 8 തവണ വോട്ട് ചെയ്യാൻ ഒരാൾക്ക് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ആ സിസ്റ്റം സ്റ്റാൻഡ് സ്റ്റില്ലാവും. പിന്നെ അടുത്ത ആൾ വോട്ട് ചെയ്യാൻ വരുമ്പോൾ ഈ പോളിംഗ് ഓഫീസർ ആ യൂണിറ്റിൽ അത് റിലീസ് ചെയ്യും. റിലീസ് ചെയ്യുമ്പോഴാണ് അടുത്ത വോട്ട് രജിസ്റ്റർ ആവുന്നത്. റിലീസ് ചെയ്തില്ലെങ്കിൽ അടുത്ത വോട്ട് രജിസ്റ്റർ ആവാൻ ചെയ്യില്ല. അതുകൊണ്ട് ഈ കയറിയ ആൾ 8 തവണ ഞെക്കി കഴിഞ്ഞാലും ആദ്യത്തെ തവണ ഞെക്കിയത് വോട്ടാകും. ബാക്കി ചുമ്മാ ഞെക്കിക്കൊണ്ടിരിക്കാന്നേ ഉള്ളൂ, വേറെ വിശേഷമൊന്നുമില്ല. മറ്റേ ആൾ റിലീസ് ചെയ്യില്ല. അല്ലെങ്കിൽ ഇയാൾ വോട്ട് ചെയ്യണം, അത് കഴിയുമ്പോൾ അയാൾ റിലീസ് ചെയ്യണം, പിന്നെ അയാൾ വോട്ട് ചെയ്യണം, അയാൾ റിലീസ് ചെയ്യണം. ഈ 2 പേരും ചേർന്ന് പ്രവർത്തിച്ചാലേ കള്ളവോട്ടാവുള്ളൂ. പക്ഷേ അപ്പോഴും അവിടെ ബാക്കിയുള്ളവരിയ്ക്കുകയല്ലേ, ബാക്കിയുള്ളവർ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ. ഒരാൾ ഒന്നിൽ കൂടുതൽ തവണ പി എന്ന് വെച്ചാൽ കേട്ട് കഴിഞ്ഞാൽ അവർ വിടുക. അപ്പോൾ ഇത് നടന്ന സംഭവമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. ഇനി നടന്നതാണെങ്കിൽ തന്നെ അയാൾ പിടിക്കപ്പെട്ടു, റീപോളിംഗ് നടക്കണം. ഇതിൽ കവിഞ്ഞുള്ള പ്രാധാന്യം എന്താ ഇതിൽ? ഈ വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിക്കുന്നത് മുതൽ തുടങ്ങുന്നതാണ്. മരിച്ചുപോയവരെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാതെ വെച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയാണ് ആറ്റിങ്ങലിൽ 1,00,000 കൂടുതൽ കള്ളവോട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് അടൂർ പ്രകാശിൻ്റെ പരാതി. അവസാനം അതിൽ 10,37,000 മറ്റോ ശരിയാണെന്ന് പറഞ്ഞിട്ട് അവരെ ഇതിൽ നിന്ന് നീക്കി, വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കി. അത് ഇരട്ട വോട്ട് അല്ലേ? കഴിഞ്ഞ തവണ അടൂർ പ്രകാശ് ജയിച്ചതും ഇതുപോലെ കുറേ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കിയിട്ടാണ്. അടൂർ പ്രകാശ് അസാമാന്യം മെയ്വഴക്കമുള്ള കളിക്കാരനാണ്. ഈ CPM എന്തെല്ലാം കളി കളിക്കുമെന്ന് അങ്ങർക്കറിയാം. ഇതൊന്നും പ്രശ്നമില്ല. ഇതുപോലെയൊക്കെ നടക്കുമ്പോൾ സ്ഥിരം നടക്കുന്ന പരിപാടിയാണ് ഈ വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിക്കുക. ജീവിച്ചിരിക്കുന്നവരെ വോട്ടർ പട്ടികയിൽ നിന്ന് BJPക്കാരാണ് വെട്ടിക്കള. പേരില്ലാതെ ഇയാൾ പോയി രണ്ടാമത് ഇതിൽ ചെന്ന് തഹസീൽദാരുടെ അടുത്ത് പോയി അതൊക്കെ ചെയ്ത് പേര് അപ്പോഴത്തേക്ക് ഇവിടെ തിരഞ്ഞെടുപ്പ് കഴിയും. അപ്പോൾ 100-100, 200-200 പേരുടെ പേര് ഇല്ലാതെയാക്കുക. ഇതെല്ലാം തിരഞ്ഞെടുപ്പിൽ നടക്കുന്നതാണ്. ഈ പറഞ്ഞ കള്ളത്തരം നടക്കണമെങ്കിൽ മറ്റൊരാളുടെ സഹായം കൂടെ വേണം, ഇല്ലാതെ നടക്കില്ല. അല്ലാതെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരു ഞെക്കിയ കഴിഞ്ഞു, ആ യന്ത്രത്തിൻ്റെ പണി കഴിഞ്ഞു. പിന്നെ വീണ്ടും അയാൾ റിലീസ് ചെയ്താൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ, പോളിംഗ് യൂണിറ്റ് വർക്ക് ചെയ്യുള്ളൂ. ബാലറ്റ് യൂണിറ്റിൽ നിന്ന് അയാൾ റിലീസ് സിഗ്നൽ കൊടുക്കണം. അതിനവിടെ സ്വിച്ചുണ്ട്. ആ സ്വിച്ച് അയാൾ റിലീസ് ചെയ്യുമ്പോഴാണ് എന്നിട്ട് നമ്മളോട് പറയുന്നത് വോട്ട് ചെയ്തോളൂ. നമ്മൾ ഞെക്കുന്നു, പി എന്ന് വരുന്നു. അപ്പോൾ അത് സാധ്യമല്ല. അപ്പോൾ ഈ ദൃശ്യങ്ങൾ കണ്ടതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ യുവാവ് തന്നെയാണ് ഈ ദൃശ്യങ്ങൾ എടുത്തേക്കുന്നത്. അപ്പോൾ 8 തവണ അവൻ മെഷീൻ ഞെക്കുന്നു. പക്ഷേ നമ്മൾ കാണുന്നത് VVPAT മെഷീനിൽ 1 തവണ ഈ പ്രിൻ്റ് ചെയ്ത സ്ലിപ്പ് വരുന്നുള്ളൂ. അല്ലെങ്കിൽ ഇവർ ഇത് ചെയ്ത കൂട്ടത്തിൽ അതും കൂടെ ചെയ്യാമായിരുന്നില്ലേ? അത്രേ വരുള്ളൂ. ആദ്യത്തെ ഞെക്കിന് ആ വോട്ട് രജിസ്റ്ററായി VVPATൽ സ്ലിപ്പ് വരും. പിന്നെ നിങ്ങൾ എത്ര തവണ ഞെക്കി കഴിഞ്ഞാലും ചുമ്മാ ബട്ടൺ ഇട്ട് ഞെക്കാം എന്നുള്ളതല്ലാതെ പ്രയോജനമൊന്നുമില്ല. മറ്റേ ആൾ റിലീസ് ചെയ്യാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ബട്ടൺ അവിടെ ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 5 വിരൽ വെച്ചിട്ട് 5 ബട്ടൺ വാങ്ങി ഞെക്കാം. ഇമ്പോസിബിൾ. ഇപ്പോൾ ഫസ്റ്റ് വോട്ടിന് തന്നെ ഒരാളിങ്ങനെ കൈ വെച്ചിട്ട് 5 ബട്ടണും അങ്ങോട്ട് ഞെക്കിയെന്ന് വെച്ചു. അതിലേത് ബട്ടണാണോ ആദ്യം ഞെങ്ങിയത് ആ വോട്ട് രജിസ്റ്റർ ചെയ്യപ്പെടും. ബാക്കിയുള്ളതെല്ലാം ക്യാൻസലായി വരും. ഇതാണ് EVMൻ്റെ ടെക്നോളജി. തെരഞ്ഞെടുപ്പ് കമ്മീഷനും പറയുന്നത് നമുക്കിഷ്ടമുള്ളൊരു സ്ഥാനാർത്ഥിക്ക് 1 തവണ വോട്ട് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. ആ രീതിയിലാണ് മെഷീൻ ക്രമീകരിച്ചത്. അത് മാത്രമല്ല, ഈ റിലീസ് ചെയ്യുന്നത് പബ്ലിക്കായിട്ട് എല്ലാവർക്കും കാണുന്ന സ്ഥലത്തിരിക്കുന്ന പോളിംഗ് ഓഫീസറുടെ മുമ്പിലാണ് ഈ റിലീസ് ചെയ്യുന്ന യന്ത്രം. ബാക്കി ഏജൻറ്റുമാരൊക്കെ ഇരിക്കുകയല്ലേ, അങ്ങേര് ഇത് റിലീസ് ചെയ്യില്ല. ഈ ചെറുക്കന് വേണമെങ്കിൽ ഇത് ഞെക്കിക്കൊണ്ടിരിക്കുക. 8 തവണ ഞെക്കി അതിൻ്റെ വീഡിയോയും എടുത്തു കൊണ്ടോ ഞാൻ 8 വോട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. ആൻഡ് നൗ യു ക്യാൻ ആസ്ക് ഫോർ റീകൗണ്ടിങ്. ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ അവർ പറയും എന്ത് റീകൗണ്ടിങ്? ആ ചെറുക്കന് 8 തവണ ഞെക്കിയെന്ന് വിചാരിച്ചിട്ട് വോട്ടൊന്നും മാറിയിട്ടൊന്നും ഇല്ലല്ലോ. സോ ഇറ്റ് ഈസ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. പിന്നെ അത് 8 തവണ വോട്ട് ചെയ്ത് കള വോട്ട് ചെയ്യുന്നവരുണ്ട്, ആൾമാറാട്ടം നടത്തി വോട്ട് ചെയ്യുന്നവരുണ്ട്. ഇതൊക്കെ ഉണ്ട്. ഇപ്പോൾ കുറേ അധികം പേര് പിടിക്കപ്പെടും, ചിലർക്ക് പിടിക്കപ്പെടാതെ തന്നെ പോകും. നാരായണൻകുട്ടി എന്നൊക്കെ പറഞ്ഞാൽ അയാൾ ഗൾഫിലായിരിക്കും, ഇവിടെ അയാളുടെ അനിയൻ വരും, എന്നിട്ട് വോട്ട് ചെയ്തിട്ട് പോകും. അനിയന് 18 വയസ്സായി കാണില്ല,
പക്ഷേ ചേട്ടൻ്റെ ID കാർഡും സംഗതിയൊക്കെ ഉണ്ട്, കണ്ടാലേ ഏകദേശം ഇത് തന്നെ ഇരിക്കും. മറ്റേ ഏജൻറ്റിന് സംശയം തോന്നുന്നു, നാരായണൻകുട്ടി ഗൾഫിൽ നിന്ന് വന്നു, ഞാൻ മിനിഞ്ഞാന്ന് വന്നു ചേട്ടാ, എന്തോ ഒരു വ്യത്യാസം പോലെ, കുറേ കാലമായിട്ട് കാണുന്നതല്ലേ, ഓട്ടം ചെയ്തിട്ട് പോകും. പിന്നീടാണ് ഇവർക്ക് മനസ്സിലാകുന്നത് മറ്റവൻ വന്നിട്ടില്ല, അവൻ്റെ അനിയനാണ് ഈ വന്നിരിക്കുന്നത്. അപ്പോഴത്തേക്ക് വോട്ട് ചെയ്ത് കഴിഞ്ഞു, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അത് ഒരു പുതിയ കാര്യമൊന്നുമല്ല. ഈ സംഭവിക്കുന്നത് പിടിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അമേരിക്കൻ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയ വളരെ മാതൃകാപരമാണ്, അതായത് ഈ വോട്ടിംഗ് മെഷീനൊക്കെ ഉപയോഗിച്ചുള്ള രീതി. പക്ഷേ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ പറയുന്നത് നമ്മൾ ഈ പറയുന്ന വോട്ടിംഗ് മെഷീനെ ഉപേക്ഷിക്കണം, ഇവർ കൃത്രിമം കാണിക്കുന്നുണ്ട്, പഴയ ബാലറ്റിലേക്ക് തിരിച്ചു പോകണം. എന്താണ് അഭിപ്രായം? ഈ അമേരിക്കയുടെ സർട്ടിഫിക്കറ്റ് ഒന്നും നമുക്ക് ഈ കാര്യത്തിൽ വേണ്ട. അമേരിക്ക നാളെ തിരിച്ചും പറയും. വിശ്വസിക്കാൻ കൊള്ളാത്തൊരു വർഗമാണ് അവർ. മനസ്സിലായി? അവർ ഇവിടെ മനുഷ്യാവകാശം ലംഘിക്കപ്പെടുന്നു എന്ന് റിപ്പോർട്ട് എഴുതും. ഏറ്റവും ദരിദ്ര രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ താഴ്ത്തുന്ന രണ്ടാമത്തതാണെന്നൊക്കെ പറഞ്ഞിട്ട് റിപ്പോർട്ട് എഴുതും. പിറ്റേ ദിവസം പറയും ഇന്ത്യ മഹത്തായ ഒരു രാജ്യമാണ്, മഹാത്മാഗാന്ധിയുടെ രാജ്യമാണെന്നൊക്കെ പറയും. ഇതുപോലെ പലതും അവരുടെ ആവശ്യത്തിന് അവർ പറയാം. അതൊക്കെ പോട്ടെ, ഇവിടെ ഇവരുടെ ആവശ്യമുണ്ടല്ലോ, ഇത് സുപ്രീം കോടതി ത്രെഡ് ബെയർ ഡിസ്കസ് ചെയ്തിട്ട് തള്ളിക്കളഞ്ഞതാണ്. ഈ ബാലറ്റ് മുഴുവൻ എണ്ണുക എന്ന് പറയുന്നതിൻ്റെ ആവശ്യമില്ല. ടെക്നിക്കലി ഇറ്റ് ഈസ് നോട്ട് റിക്വയർഡ്. പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റീസ് ഇരിക്കട്ടെ. പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റീസ് ഇത്രയും പേപ്പർ വേണ്ടേ, പ്രിൻറ്റിങ് വേണ്ടേ, അതിൻ്റെ സെക്യൂരിറ്റി, അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ, ശരി, അതെല്ലാം നമ്മൾ ചെയ്തു തന്നെ വയ്ക്കുക. ഇത് ആവശ്യമില്ലാത്തൊരു പണിയാണെന്ന്. ഇതിൻ്റെ ടെക്നോളജി മുഴുവൻ വിശദീകരിച്ചിട്ടാണ് സുപ്രീം കോടതി അവരുടെ കേസ് തള്ളിയത്. ഇപ്പോൾ അവർ വീണ്ടും അവർ നിൽക്കുന്ന പോയിൻ്റ് എന്താ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടനെ പെർസെൻറ്റേജ് പറയണം. അതിന് ഒരു നോട്ടീസ് അയച്ചിട്ടുണ്ട്. എന്താ ഉടനെ പറയാത്തതെന്ന് ചോദിച്ചുകൊണ്ട്. ഉടനെ പറയാൻ പറ്റില്ല, എല്ലാ സ്ഥലത്തു നിന്നും ഫീഡ്ബാക്ക് കിട്ടി. അപ്പോഴാണ് ഒരാൾ പറയുന്നത്, സാർ ഞാൻ അയച്ച ഇമെയിൽ തെറ്റിപ്പോയി സാർ, 89 എന്നുള്ളത് ഞാൻ 99 എന്ന് അടിച്ചുപോയി. ശരി, ഓക്കെ, യു കറക്റ്റ് ഇറ്റ്. ഇതൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഇത് പറയാൻ പറ്റുള്ളൂ. പിന്നെ ആദ്യം കിട്ടിയത് ആദ്യം അവർ പറയാറുണ്ട്, പിന്നീട് വന്നു കഴിയുമ്പോൾ ഫൈനൽ ഫിഗർ ചിലപ്പോൾ 1% കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്യും. ഇതിനെ ചോദ്യം ചെയ്ത് ഇവന്മാർ സുപ്രീം കോടതി പോയിരിക്കുക. സുപ്രീം കോടതി ഇലക്ഷൻ കമ്മീഷൻ നോട്ടീസ് അയച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ ഇത് നിസ്സാര കാര്യമാണെന്ന് ഒരാൾ 8 തവണ ഞെക്കി കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ആദ്യത്തെ ഞെക്കിൻ്റെ വോട്ട് രജിസ്റ്റർ ആകും, ബാക്കിയുള്ളത് ചുമ്മാ ഞെക്കാണ്. ഈ കള്ളവോട്ട് നടത്തുക അല്ലെങ്കിൽ ഈ പറയുന്ന ഈ കൃത്രിമം നടത്തുക എന്നൊക്കെ പറയുന്നത് UPA കാലത്ത് മുതൽ കേൾക്കുന്നതാണ്. അപ്പോൾ BJPയും കള്ളവോട്ട് നടത്തുന്നു എന്നാണോ മനസ്സിലാക്കുന്നത്? ഈ BJPക്കാരെല്ലാം തന്നെ ലക്ഷക്കണക്കിന് കോടിക്കണക്കായ BJPക്കാരെല്ലാം ആ സംശുദ്ധ ജീവിതം നയിക്കുന്നവരും അങ്ങനെയൊക്കെയാണ് നമുക്ക് ഊഹിക്കാൻ പറ്റുമോ? ഇല്ല. അവരുടെ കൂട്ടത്തിലുമുണ്ട് കള്ളന്മാർ. വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിക്കുന്നവരുണ്ടാകാം, കള്ളവോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നവരുണ്ടാകാം, ആൾമാറാട്ടം നടത്തുന്നവരുണ്ടാകാം. ഇതൊക്കെ പിടിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇത്തരം സാധനങ്ങൾ നിങ്ങൾക്ക് തടയാൻ പറ്റില്ല. കോടിക്കണക്കിന് വോട്ടർമാരുണ്ട്. 97 കോടിയാണ് ഇന്ത്യയിലെ വോട്ടർമാരുടെ എണ്ണം, 97 crores. ഈ 97 കോടി ആൾക്കാരും രാജാ ഹരിശ്ചന്ദ്രനായിരിക്കുമോ? അല്ല. അതെല്ലാ പാർട്ടിയിലും ഉണ്ടാകും. അവിടെ ഇവിടെ എല്ലാം കള്ളത്തരം കാണിക്കും. ജന്മന ഇതുപോലത്തെ കുസൃതി എന്ന് കാണിക്കുന്നവർ. ഇപ്പോൾ ഈ പയ്യനൊരു പക്ഷേ ആ കൂട്ടത്തിൽപ്പെട്ടവരായിരിക്കും. അവൻ വിചാരിക്കും ഞാൻ കുറേ ഞെക്കിക്കഴിഞ്ഞാൽ വീഴുന്നെങ്കിൽ വീഴട്ടെ, വീണില്ലെങ്കിൽ പോട്ടെ. ഒരു 8 തവണ അവനങ്ങോട്ട് ഞെക്കി, അതിലാകെ ഒരു വോട്ടേ വീണുള്ളൂ. പുറത്തിറങ്ങിയിട്ട് അവൻ പറയും എൻ്റെ പണി നടന്നില്ല, ഞാൻ പലതുകൊണ്ട് നോക്കിയിട്ടും മെഷീൻ അനക്കയില്ല, അത് പി ശബ്ദം കേൾപ്പിക്കുന്നില്ല. ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞില്ലേ ആദ്യത്തെ, അല്ല ഒരെണ്ണം വീഴാണ് കിട്ടിക്കോട്ടെ നമ്മുടെ പാർട്ടിക്ക്, താമരയ്ക്ക് എന്ന് വിചാരിക്കുന്ന ഒരു ചെറുക്കൻ എന്തു ചെയ്യും? ഇവരുടെ എല്ലാം സ്വഭാവ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ടാണോ BJPക്കാർ നടക്കുന്നത്? ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഇതൊക്കെ ഓർഡിനറി പബ്ലിക്കാണ്. അവരിതുപോലത്തെയൊക്കെ ചെയ്ത് പിടിക്കപ്പെടുന്നു. ഇത്രയേ ഉള്ളൂ. ഈവൻ ഈ പയ്യൻ തെരഞ്ഞെടുപ്പ് ചട്ടമനുസരിച്ച് ഒരുപക്ഷെ അവൻ പിടിക്കപ്പെടുക പോലുമില്ല. കാരണം നിങ്ങൾ രണ്ടാമത് ഞെക്കരുത് എന്ന് പറഞ്ഞിട്ട് ഒരു നിയമമൊന്നുമില്ല. വലിയമ്മമാരൊക്കെ പലതവണ ഞെക്കാറുണ്ട്. അവർ ഒന്ന് ഞെക്കി അങ്ങ് പിടിക്കും, പിന്നെ ഒന്ന് വിടും. ആ ഞെക്ക് ശരിയായോ എന്നൊരു സംശയം, ഒന്നുകൂടെ ഞെക്കും. ഇതൊക്കെ അവിടെ ഇരിക്കുന്ന പോളിംഗ് ഓഫീസർക്ക് കാണാം. ഈ അമ്മച്ചി രണ്ടാമത് ഞെക്കുന്നുണ്ട്, മൂന്നാമത് ഞെക്കുന്നുണ്ട്. അയാളും വിചാരിക്കും ഞെക്കും, എന്തെങ്കിലും ചെയ്യട്ടെ. കുറച്ച് കഴിയുമ്പോൾ അമ്മച്ചി കഴിഞ്ഞോ? കഴിഞ്ഞു മോനെ. അത് കഴിഞ്ഞു എന്ന് എനിക്ക് ഉറപ്പില്ല. അല്ല, അതിനകത്തൊരു ചിത്രം വന്നില്ലേ, കൈപ്പത്തി വന്നു. മിണ്ടാതെ അമ്മച്ചിയെ കൊണ്ട് തോറ്റി ചിഹ്നമൊക്കെ വിളിച്ച് പറയാതെ
വന്നു, ഒരു സാധനം വന്നു അപ്പം ഇങ്ങ് പോര്, ഇതാണ്. അല്ലെങ്കിൽ അമ്മച്ചിയുടെ കൂടെ കൊച്ചുമകനെയും കൂടെ വിടും, നീ പോയി ഒന്ന് അമ്മച്ചിയെ കൊണ്ട് വോട്ട് ചെയ്തിട്ട് തിരിച്ചു കൊണ്ടുപോയി, യു ക്യാൻ ഗോ. പ്രായമായ ആളുകൾക്കൊരു സഹായി പോയിട്ട് അവർക്ക് പലപ്പോഴും കൈക്ക് സ്വാധീനമില്ല. താമരയ്ക്കാണെന്ന് പറഞ്ഞ് വോട്ട് ചെയ്ത് വന്നു കഴിയുമ്പോൾ അരിവാളിനായി പോകും, വിരൽ നിയന്ത്രണത്തിൽ നിൽക്കുന്നില്ല, കൈ നിയന്ത്രണത്തിൽ നിൽക്കുന്നില്ല. ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പോൾ അവരുടെ കൂടെ ഒരാൾ നിന്നിട്ട് അവർക്ക് വേണ്ടി വോട്ട് ചെയ്തു, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിൽ ചിലപ്പോൾ അവിടെ ഇവിടെ എന്തെങ്കിലും അബദ്ധങ്ങളൊക്കെ സംഭവിച്ചു എന്ന് വരാം, മനഃപൂർവ്വമോ അല്ലാതെയോ ഒക്കെ. അതൊക്കെ സാധാരണ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഉത്തർപ്രദേശിനെ സംബന്ധിച്ച് അഖിലേഷ് യാദവാണ് ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുന്നത്. അപ്പോൾ അഖിലേഷ് യാദവ് പറയുന്നത് ഇവൻ 17 വയസ്സേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയായിട്ടില്ല, അവൻ വോട്ട് ചെയ്തു, അല്ലെങ്കിൽ അവൻ അവിടുത്തെ ഒരു ഗ്രാമമുഖ്യൻ്റെ മകനാണ് തുടങ്ങിയ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. അപ്പോൾ ശരിക്കും ഉത്തർപ്രദേശിൽ അഖിലേഷ് യാദവ് പേടിക്കുകയാണോ അപ്പോൾ BJP-യെ? അതുകൊണ്ടാണോ? എല്ലാവർക്കും അന്യോന്യം പേടിയുണ്ട്. അഖിലേഷ് യാദവ് എത്ര സീറ്റ് നേടിക്കളയും എന്ന് BJP-ക്കുള്ളിൽ പേടിയില്ലേ? ഇപ്പം ഞാൻ പറയുന്ന പോലെ ഇപ്പം BJP-ക്കാർ തമ്മിൽ പറയും, നമ്മൾ വിചാരിച്ച പോലെയല്ല കേട്ടോ, മറ്റവന് നല്ല പിടുത്തമാണ് എന്ന് പറയും. അതൊരു പേടിയല്ലേ? ആണ്, പേടിച്ചേ പറ്റുള്ളൂ. ജനങ്ങളെ പേടിക്കുന്നത് ഒരു തെറ്റായ കാര്യമല്ല. അഖിലേഷ് യാദവിനെ പേടിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? അഖിലേഷ് യാദവിനെ വോട്ട് ചെയ്യുന്നവരെ പേടിക്കുന്നു എന്നാണ്. അവർ പൊതുജനമാണ്. പൊതുജനങ്ങളെ രാഷ്ട്രീയക്കാർ ഭയക്കണം. അതൊരു നല്ല ക്വാളിറ്റിയാണ്. ഈ ധർമ്മഭീരു എന്നൊരു പ്രയോഗമുണ്ടല്ലോ ഹിന്ദുക്കളുടെ, ധർമ്മത്തെ ഭയക്കുന്നവൻ. ഭയം എപ്പോഴും ഒരു മോശം വികാരമല്ല, അതൊരു നല്ല വികാരവും കൂടിയാണ്. കുട്ടികൾക്ക് അച്ഛനെ ഒരു ഭയം, അങ്ങനെയാണ് ഭയഭക്തി ബഹുമാനം. ഭയമുണ്ട്, ഭക്തിയുണ്ട്, ബഹുമാനമുണ്ട്. അപ്പോൾ ഭയം എപ്പോഴും ഒരു മോശപ്പെട്ട കാര്യമല്ല, ധൈര്യം എപ്പോഴും ഒരു നല്ല കാര്യവുമല്ല. വെറുതെ ധൈര്യം കാണിക്കാൻ പോയിട്ട് തല്ലുമേടിച്ച് കുഴപ്പത്തിലാക്കുന്നത്, ഇതുപോലത്തെ ധൈര്യമൊന്നും പാടില്ല. ഭയം പലപ്പോഴും നല്ല കാര്യത്തിന് ഉപയോഗിക്കും. ഇതുപോലെ രാഷ്ട്രീയക്കാർ, ഞാൻ വിശ്വസിക്കുന്നത് രാഷ്ട്രീയക്കാർ ജനങ്ങളെ ഭയക്കണം, എങ്കിലേ അവർക്കൊരു നിയന്ത്രണം ഉണ്ടാവുകയുള്ളൂ. അത് നരേന്ദ്രമോദിയാണെങ്കിലും ശരി, പിണറായി വിജയനാണെങ്കിലും ശരി, പൊതുജനങ്ങളെ ഭയക്കണം. പൊതുജനം എന്ത് കരുതും എന്നെപ്പറ്റി, എൻ്റെ ഭരണത്തെപ്പറ്റി എന്ത് പറയും, മോശം പറയില്ലേ, വേണ്ട ഞാനത് ചെയ്യുന്നില്ല. ഇങ്ങനെ പൊതുജനങ്ങളുടെ ഒരു പ്രഷർ ഭരണാധികാരികളുടെ മനസ്സിൽ, രാഷ്ട്രീയക്കാരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. ദേ മസ്റ്റ് ബി അണ്ടർ ദ വിജിലൻറ്റ് ഐസ് ഓഫ് ദ പബ്ലിക്. ഞാൻ ചെയ്യുന്ന ഓരോ കൃത്യവും പൊതുജനം വിലയിരുത്തുന്നുണ്ട്, അടുത്ത തെരഞ്ഞെടുപ്പിൽ എനിക്ക് തിരിച്ചടി കിട്ടും എന്നുള്ളൊരു പേടി നല്ലതാണ്, മോശമൊന്നുമല്ല. ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് കടക്കും. ഏതാണ്ട് BJP സർക്കാർ തന്നെ അധികാരത്തിൽ വരുമെന്ന് ഉറപ്പ്, ഒരു പ്രതീക്ഷ നിലനിൽക്കുന്നു. ഈ അധികാരത്തിലേക്ക് വന്ന, അല്ലെങ്കിൽ ഈ ഇലക്ഷൻ ജയിച്ചു കഴിഞ്ഞാൽ ഇതേ ആരോപണം വരത്തില്ല, BJP കള്ളവോട്ട് ചെയ്താണ് ജയിച്ചത്, അല്ല ഞങ്ങളെ പരാജയപ്പെടുത്തിയെന്നുള്ള ആരോപണം? ഇത് ഇല്ലായിരുന്നു എന്ന് വയ്ക്കുക, അപ്പോഴും ഈ ആരോപണം വരും. EVM-ത്തിൽ കള്ളക്കളി കളിച്ചു. ഇന്ത്യ മുന്നണി തോറ്റ സ്ഥലത്തെല്ലാം EVM-ൽ കള്ളത്തരം കാണിച്ചെന്ന്. അവർ ജയിച്ചു കഴിഞ്ഞാൽ EVM നല്ല സാധനമാണ്. കർണാടകയിൽ EVM വളരെ നല്ലതായിരുന്നു, ഒരു കുഴപ്പം. മഹാരാഷ്ട്രയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അത് മോശമായി, അല്ലെ രാജസ്ഥാനിൽ അത് മോശമായി, ഛത്തീസ്ഗഡിൽ മോശമായി, ഡൽഹിയിൽ നന്നായി, പഞ്ചാബിൽ നല്ല ഒന്നാന്തരം EVM. ബട്ട് ഇവിടെ ശരിയല്ല, ഛത്തീസ്ഗഡിൽ ശരിയല്ല. ഇതാണ് EVM-ൻ്റെ ലോജിക്ക്. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക, ഇത് ദുരാരോപണങ്ങൾ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തോറ്റവന് എന്തെങ്കിലും പറയണ്ടേ. വളരെ അപൂർവം രാഷ്ട്രീയക്കാരെ പറയുള്ളൂ, എനിക്ക് വോട്ട് കുറഞ്ഞു പോയി, എന്നെ ആൾക്കാർ വിശ്വാസത്തിലെടുത്തില്ല, അതുകൊണ്ട് ഞാൻ തോറ്റു എന്ന് പറയുന്നത് വളരെ അപൂർവം വരും. ബാക്കിയുള്ളവരെല്ലാം തന്നെ ആദ്യം പറയുന്നത് ജാതി മത വർഗീയ കാർഡിറക്കിയുള്ള വിജയമാണിത് എന്ന് പറയും. വോട്ടേഴ്സ് ലിസ്റ്റിൽ കൃത്രിമം കാണിച്ചു, ഞാൻ പരാതി കൊടുത്തെങ്കിലും ഇലക്ഷൻ കമ്മീഷൻ അത് വകവെച്ചില്ല. ഇപ്പോൾ അടൂർ പ്രകാശ് 1,00,000 ചില്ലാനും കള്ളവോട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് മുഴുവൻ കളക്ടർ സമ്മതിച്ചില്ല, 37,000 അങ്ങനെ കണ്ടാണ് സമ്മതിച്ചത്. അപ്പോൾ അടൂർ പ്രകാശിന് ന്യായമായിട്ടും പറയാം, എനിക്കറിയാം ഞാൻ 1.25 ലക്ഷം പോയിൻ്റ് ചെയ്ത് കൊടുത്തതാണ്, പുള്ളി സമ്മതിച്ചില്ല, ആ 1,00,000 പോയില്ലേ, അങ്ങനെയാണ് ഞാൻ തോറ്റത്. ഇങ്ങനെയൊക്കെ പറയും. സി യു ഹാവ് ടു ഓവ് ആൻ എക്സ്പ്ലനേഷൻ വൈ യു ഫെയിൽഡ്. അത് ഒരു ഡീസൻ്റായിട്ട് ഗ്രേസ്ഫുള്ളായിട്ട് ഫെയില്യൂർ അക്സെപ്റ്റ് ചെയ്യുന്ന സ്വഭാവം ഇന്ത്യൻ പൊളിറ്റീഷ്യൻസിന് വളരെ കുറവാണ്. വളരെ ചുരുക്കം പേരെ അത് ചെയ്യാറുള്ളൂ. ഞാൻ ജനവിധി മാനിക്കുന്നു, ഞാൻ തോറ്റുപോയി, ഞാൻ തോറ്റുപോയി. അല്ലാതെ മറ്റേ ആൾ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, പുറകെ കൂടെ കുത്തി കള്ളവോട്ട് ചെയ്തു
EVM കൃത്രിമം കാണിച്ചു എന്നൊക്കെ പറയുന്നത് മാന്യതയല്ല. പക്ഷേ രാഷ്ട്രീയക്കാരത് പറയും. എൻ്റെ കുറ്റം കൊണ്ടല്ല ഞാൻ തോറ്റത് എന്ന് വരുത്താൻ അവരാവുന്നത്ര ശ്രമിക്കും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുള്ള ഇപ്പോൾ ജൂൺ 4-ാം തീയതി കഴിഞ്ഞുള്ള ഒരു 2 ആഴ്ച നോക്കിക്കോ, ഇത് തന്നെ ആയിരിക്കും ബഹളം. തോറ്റവർക്ക് എന്തായാലും തോറ്റതിന് ഒരു ന്യായീകരണം കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ ഈ ഉത്തർപ്രദേശിലെ ഈ പറയുന്ന കള്ളവോട്ട് ആരോപണം അത്തരത്തിലുള്ളതാണെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഈ VVPAT ഈ പറയുന്ന ഒന്നിൽ കൂടുതൽ പ്രിൻ്റ് വരുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ എന്തായാലും ഇത് സംബന്ധിച്ചുള്ള അന്വേഷണമൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തട്ടെ. അത് കള്ളവോട്ടൊന്നുമല്ല, അയാൾ കാണിച്ചൊരു കുസൃതി. അയാൾ ഒരു വോട്ട് വെച്ച് ചെയ്തിട്ടുള്ളൂ. ബാക്കി വെറുതെ 7 തവണ കൂടെ അയാൾ ഞെക്കി, ഒന്നും സംഭവിച്ചില്ല, അയാൾ പോയി. ഇതാണ് സാധനം. തുടർ ചർച്ചകൾ വരികയാണെങ്കിൽ നമുക്ക് വീണ്ടും ഈ വിഷയം പരിഗണിക്കാം. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.